അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരാളെയും അതിരുവിട്ട് പുകഴ്ത്തരുത്. വിശുദ്ധ ഇസ്ലാം അതിരുവിട്ട് പുകഴ്ത്തുന്നതിനെ എതിർത്തിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും പ്രകീർത്തിക്കാം, പുകഴ്ത്താം, നല്ല വാക്ക് പറയാം. അതിനെല്ലാം പരിമിതികളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തി മറ്റൊരാളെ പ്രകീർത്തിക്കുന്നതും വാനോളം പുകഴ്ത്തുന്നതും കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യൻ്റെ നടുവൊടിച്ചു. ഒരാളെ പുകഴ്ത്തുമ്പോൾ, അതിരുവിട്ട് പുകഴ്ത്തുമ്പോൾ, അതിരുവിട്ട് പ്രകീർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മോശമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അദ്ദേഹത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചക്കാരനാക്കുന്നതും വഷളാക്കുന്നതും ഈ പുകഴ്ത്തുന്നതിലൂടെയാണ്. മാത്രമല്ല, ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരാളെ പുകഴ്ത്തുന്നതായി ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. അപ്പോൾ പുകഴ്ത്തിയ വ്യക്തിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അയാളെ നശിപ്പിച്ചു, അള്ളാഹു നിന്നെയും നശിപ്പിക്കട്ടെ. അതായത് ഒരു വ്യക്തി ആ വ്യക്തിയെ അതിരുവിട്ട് പുകഴ്ത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എന്നിവയിലെല്ലാം മാറ്റങ്ങളുണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ഒരു ജീർണതയാണ് വാനോളം പുകഴ്ത്തുക എന്നുള്ളത്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്ഥാനങ്ങളും മാനങ്ങളും നൽകാം, അവരെ പുകഴ്ത്താം. അതിനെല്ലാം പരിമിതികളുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് വ്യക്തികൾ പരസ്പരം പുകഴ്ത്തുന്നതായി കേട്ടു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വല്ലാതെ പുകഴ്ത്തുന്നതായി കേട്ടു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, പാവം, നീ സ്നേഹിതൻ്റെ കഴുത്ത് ഛേദിച്ചു കളഞ്ഞു. ഇത് നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. മറ്റുള്ളവനെ ജനങ്ങൾക്കിടയിൽ പൊങ്ങച്ചക്കാരനാക്കുന്നതും മോശമാക്കുന്നതും നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുന്നതും അവനെ വാനോളം പുകഴ്ത്തുന്നതിലൂടെയാണ്. പ്രത്യേകിച്ചും ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന നല്ല വ്യക്തികൾ, ആ നല്ല വ്യക്തികളെ ധാരാളം പുകഴ്ത്തുന്നതിലൂടെ അവരുടെ മനസ്സിൽ പൊങ്ങച്ചം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ആ നന്മയിൽ നിന്നും മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളെയും ധാരാളം പുകഴ്ത്തരുത്. ധാരാളം പുകഴ്ത്തേണ്ടത് അള്ളാഹുവിനെയാണ്, അവൻ്റെ റസൂലിനെയാണ്. അവരെ, അള്ളാഹുവിനെയും റസൂലിനെയും എത്ര വേണമെങ്കിലും പുകഴ്ത്താം, പ്രകീർത്തിക്കാം.